ലങ്കയിലെ ചങ്ങലക്കെട്ടുകളും വനവാസത്തിലെ കഠിനവർഷങ്ങളും വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നെന്ന പോലെ മാറ്റമില്ലാത്ത തേജസ്സോടെ സീത സഭയിലേക്ക് പ്രവേശിച്ചു. കാലം പോലും അവൾക്ക് മുന്നിൽ ശിരസ്സു നമിച്ചു. മങ്ങാത്ത പ്രഭ, ഉലയാത്ത ആത്മവിശ്വാസം. സഭാംഗങ്ങൾ കരിങ്കൽ പ്രതിമകളെപ്പോലെ നിശ്ചലരായി. സന്ധ്യാസമയത്തെ ക്ഷേത്രമണികൾ മുഴങ്ങുന്നതുപോലെ ഇടറിയ ശബ്ദത്തിൽ രാമൻ തന്റെ അവസാനത്തെ ആവശ്യമുന്നയിച്ചു. ഇത്തവണ അഗ്നിയല്ല, ഭൂമി തന്നെ സാക്ഷിയാകണം. സീത മാർബിൾ തറയിലേക്ക് ആഭിജാത്യത്തോടെ മുട്ടുകുത്തിയിരുന്നു. ഗംഗാനദി സമുദ്രത്തിലേക്ക് മടങ്ങുന്നതുപോലെ അവളുടെ പ്രാർത്ഥന ഒഴുകി. തന്റെ ശരീരവും മനസ്സും ആത്മാവും ബന്ധനത്തിന്റെ അഗ്നിക്കിടയിലും കളങ്കമില്ലാതെ തുടരുന്നുണ്ടെങ്കിൽ ഭൂമി തന്റെ മകളെ സ്വീകരിക്കട്ടെ. സങ്കൽപ്പത്തിനപ്പുറത്തുള്ളതായിരുന്നു പിന്നീടുണ്ടായ കാഴ്ച. ഭൂമി ആഴത്തിൽ വിറകൊണ്ടു. വിടർന്ന സ്വർണതാമരപ്പൂക്കൾക്കിടയിലൂടെ ഭൂമി പിളർന്നു. അതിനുള്ളിൽ ദിവ്യമായൊരു സിംഹാസനത്തിൽ ഭൂമിദേവി സ്വയം പ്രത്യക്ഷപ്പെട്ടു. എന്റെ കുട്ടി മടങ്ങിവരുന്നു. കളിക്കളത്തിൽ നിന്ന് ഏറെക്കാലം കഴിഞ്ഞെത്തിയ മകളെ ചേർത്തു പിടിക്കുന്ന അമ്മയെപ്പോലെ ഭൂമിദേവി സീതയെ സ്വീകരിച്ചു. പൂർണ്ണമായൊരു വണക്കത്തോടെ കൈകൾ കൂപ്പി സീത ഭൂമിയുടെ ആ സ്നേഹനിധിയിലേക്ക് അപ്രത്യക്ഷയായി. അവിടെ വിലാപങ്ങളില്ലായിരുന്നു. വിടവാങ്ങുന്ന ഒരു നോട്ടം പോലുമുണ്ടായിരുന്നില്ല. വെറുമൊരു സമർപ്പണം മാത്രം. വിലപിടിപ്പുള്ളൊരു പളങ്ക് പാത്രം ഉടയുന്നതുപോലെ രാമൻ തകർന്നുപോയി. ആ ഇരട്ടക്കുട്ടികൾ യുവത്വത്തിന്റെ ക്രോധത്തോടെ ഗർജിച്ചു. അപ്പോഴാണ് അവരുടെ ഉടലിൽ ഓടുന്നത് ആരുടെ രക്തമാണെന്ന സത്യം വാത്മീകി വെളിപ്പെടുത്തി.